ശ്രീ കെ ജെ ജേക്കബ്, ഇന്നലെ സുപ്രീം കോടതി പറഞ്ഞത് 6 മാസമായി നിങ്ങൾ കസ്റ്റഡിയിൽ വെച്ചിരിക്കുന്നു, പണം വാങ്ങിയെന്ന് തെളിയിക്കാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല എന്നാണ് സുപ്രീം കോടതി സഞ്ജയ് സിംഗിന്റെ കാര്യത്തിൽ പറയുന്നത്. നമ്മൾ ഈ ഇതിൽ കാണേണ്ടത് ഈ എന്തുകൊണ്ടാണ് ഇതൊരു അഴിമതി കേസാണ്. എന്താണ് അഴിമതി കേസ്? മദ്യനയം മാറ്റി സ്വകാര്യ കമ്പനികൾക്ക് ലാഭം ഉണ്ടാക്കി ആ ലാഭത്തിൽ നിന്ന് പണം വാങ്ങി. ഇതാണ് കേസ്. ഈ കേസ് CBI അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. CBI കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നില്ല. CBI ഇവരാരെ അറസ്റ്റ് ചെയ്യുന്നില്ല. ഇവരൊക്കെ അറസ്റ്റ് ചെയ്യുന്ന ED ആണ്. EDയുടെ കേസ് എന്താണ്? ഈ അഴിമതി പണം ഉപയോഗിച്ചു എന്നുള്ളതാണ്. അതാണ് നിയമപ്രകാരം ED എടുക്കേണ്ട കേസ്. എന്താ CBI അറസ്റ്റ് ചെയ്യാതെ ഈ ED അറസ്റ്റ് ചെയ്യുന്നത്? നമ്മൾ അവിടെയാണ് ശ്രദ്ധ കൊടുക്കേണ്ടത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്താൽ, എന്നെ അറസ്റ്റ് ചെയ്താൽ ഞാൻ കുറ്റക്കാരനല്ലെന്ന് ഞാൻ തെളിയിച്ചെങ്കിൽ മാത്രമേ എനിക്ക് ജാമ്യം കിട്ടൂ. അങ്ങനെയാണ് ഒരു നിയമം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ആ നിയമം ഉള്ളത് കൊണ്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇങ്ങനെ കയറൂരി വിട്ടിരിക്കുന്നത്. ഇത്രയും കാലമായിട്ട് അരവിന്ദ് കെജ്രിവാളിനെ CBI അറസ്റ്റ് ചെയ്തിട്ടില്ല. അതായത് കള്ളപ്പണം വാങ്ങി എന്നുള്ളത് കൈക്കൂലി വാങ്ങി എന്നുള്ളതാണ് കേസെങ്കിൽ CBI അറസ്റ്റ് ചെയ്യേണ്ട അരവിന്ദ് കെജ്രിവാളിനെ. CBI അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്താൽ കോടതി കൊണ്ടുപോകുമ്പം ഈ അരവിന്ദ് കെജ്രിവാളിന് ഈ കുറ്റവുമായി ബന്ധമുണ്ട് എന്നുള്ളതിനെ കുറിച്ച് പ്രാഥമികമായി കോടതിയെ ബോധിപ്പിക്കാൻ വേണ്ടി CBIക്ക് ഉത്തരവാദിത്തമുണ്ട്. അത് ചെയ്യാൻ പറ്റില്ല എന്ന് അവർക്ക് നല്ലപോലെ അറിയാം. അതേസമയം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണെങ്കിൽ അവർക്കത് ചെയ്യേണ്ടതില്ല. നമ്മുടെ നിയമത്തിന്റെ ഒരു പ്രത്യേകതയാണ് കള്ളപ്പണം ഡീൽ ചെയ്യുന്ന ആളുകളെ നേരിടാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു പ്രത്യേക നിയമം, ഒരു പ്രത്യേക ഏജൻസി. അത് വെച്ച് ഈ നാട്ടിലെ രാഷ്ട്രീയക്കാരെ വേട്ടയാടാൻ വേണ്ടി കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ്. ഞാനിത് പറയുമ്പോൾ എന്റെ കേൾവിക്കാർക്ക് അത് വ്യക്തമായോ എന്ന് എനിക്കറിയില്ല. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉപയോഗിക്കുന്ന കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം ഒരാൾക്കെതിരെ ഒരു കേസെടുത്താൽ അയാൾക്ക് ജാമ്യം കിട്ടണമെങ്കിൽ താൻ കുറ്റക്കാരനല്ല എന്ന് അയാൾ തെളിയിക്കണം. ഈ നിയമം ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പറഞ്ഞ് സുപ്രീം കോടതി റദ്ദാക്കിയതാണ്. അപ്പൊ ആ നിയമത്തിൽ ചില്ലറ ഭേദഗതികൾ വരുത്തി വീണ്ടും ആ നിയമം കേന്ദ്ര സർക്കാർ പ്രാബല്യത്തിൽ കൊണ്ടുവന്നു. BJP 2018-ൽ 2019-ലും 2 ഭേദഗതികൾ കൊണ്ടുവന്ന് ഈ നിയമം വീണ്ടും പ്രാബല്യത്തിലാക്കി. എന്ന് വെച്ചാൽ ED അറസ്റ്റ് ചെയ്താൽ ഒരു മനുഷ്യന് ജാമ്യം കിട്ടില്ല. EDയുടെ അടുത്ത് ഒരു തെളിവും ഇല്ലെങ്കിലും ജാമ്യം കിട്ടാത്തൊരവസ്ഥയുണ്ട്. ഈ ഇന്നലെ തന്നെ സുപ്രീം കോടതി അവരോട് പറഞ്ഞു, നിങ്ങൾ ഈ പറയുന്നതിന് ഒന്നും തെളിവില്ല, ഞങ്ങളത് എഴുതി വെക്കേണ്ടി വരും. പ്രഥമ ദൃഷ്ട്യാ കുറ്റക്കാരനല്ല എന്ന് ഞങ്ങൾക്ക് ബോധ്യമായി എന്ന് സുപ്രീം കോടതി ഇന്നലെ EDയോട് പറഞ്ഞു. ഇത്ര തോന്നിയാസമാണ് ഈ നിയമത്തിന്റെ പേരിൽ നടക്കുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഈ നിയമത്തിന്റെ ആനുകൂല്യം ഇത് ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ രാജ്യത്തെ മനുഷ്യരെ വേട്ടയാടാൻ വേണ്ടി കേന്ദ്ര സർക്കാർ ഇറങ്ങിത്തിരിക്കുകയാണ്. അതിന്റെ ടൂളായിട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മാറിയിട്ടുണ്ട്. ഈ അരവിന്ദ് കെജ്രിവാളിനെതിരെയുള്ള കേസിൽ എന്താണ് തെളിവ്? ഇയാൾക്ക് മനീഷ് സിസോദിയുടെ കേസിൽ 6 മാസം മുമ്പ് ഒക്ടോബറിൽ ഏകദേശം ഇതേപോലെ ഈ കേസ് വന്നു. അയാൾ 1 വർഷമായിട്ട് ഡൽഹിയിൽ ഉപമുഖ്യമന്ത്രി ജയിലിൽ കിടക്കുകയാണ്. ഇതേ വർത്തമാനം അന്ന് ആ ജഡ്ജിമാർ പറഞ്ഞു. അവർ ജാമ്യം കൊടുത്തില്ല എന്നുള്ളത് വേറെ വിഷയം. ഇതേ വർത്തമാനം നിങ്ങൾ എത്ര കാലമായി ഇയാൾക്കെതിരെ ഒരൊറ്റ തെളിവില്ല. ആകെ ഉള്ളത് ഒരു മാപ്പുസാക്ഷിയുടെ തെളിവാണ്. 2 ചോദ്യം ചോദിച്ചാൽ ആ തെളിവ് പൊട്ടിപ്പാളി. കെ ജെ ജേക്കബ്, അതുതന്നെയാണ് ഈ രാജ്യത്തെ എല്ലാ നിയമവ്യവസ്ഥയും വെല്ലുവിളിക്കുന്ന തരത്തിലാണ് ഈ PMLA നിയമം കേന്ദ്ര സർക്കാർ പരിഷ്കരിച്ചത്. 2017-ൽ രാഷ്ട്രീയ എതിരാളികളെ ജയിലിലാക്കുക, അത് ചോദ്യം ചെയ്യാൻ അവർക്ക് ഉള്ള സാധ്യതകളെല്ലാം അടയ്ക്കുക, അതിൻ്റെ അടിസ്ഥാനത്തിൽ തങ്ങളുടെ ഭരണം അല്ലെങ്കിൽ തങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരെ കൂടുതൽ കരുത്തരാക്കുക, രാഷ്ട്രീയ എതിരാളികളെ ഇല്ലാതാക്കുക. ഇതാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്.